എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. ക്രിസ്തുവിനെ സമ്പത്തായി കരുതുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. യേശുനാഥൻ ധനവാനായ ഒരു യുവാവിനോട് സംസാരിച്ചതിന് ശേഷം പ്രതിപാദിക്കുന്ന വചനമാണിത്. ഒന്നാമതായി, സ്വർഗത്തിലേക്കുള്ള പാത എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ഒന്നാണ്. എന്നാൽ അത് ദൈവത്തിന് മാത്രമേ സാധ്യമാകൂ എന്നാണ് കർത്താവായ യേശുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം ആത്യന്തികമായി നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ് യേശുനാഥനിലൂടെ. അതിന് കാരണമായി നിൽക്കുന്നത് ധനവാന്റെ സമ്പത്തും അതിനോടുള്ള അവൻ്റെ അമിതമായ ആശ്രയവും. രണ്ടാമതായി, നമ്മെക്കുറിച്ച് നാം കൂടുതൽ ചിന്തിക്കരുത്. നമ്മെക്കുറിച്ച് കൂടുതൽ നാം ചിന്തിക്കുമ്പോഴാണ് ധനം നമ്മുടെ ശക്തിയും ആശ്രയവുമായി മാറുന്നത്. നമ്മെ മറക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തെ നിത്യം ഓർക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ സമ്പത്തിനേക്കാളും അധികമായി നാം ദൈവത്തെ ഓർമ്മിക്കും. മൂന്നാമതായി, നമ്മെ ബന്ധിക്കുന്നതിൽ നിന്നും നാം മോചിപ്പിക്കപ്പെടേണ്ടതുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നതിന് നമ്മെ ബന്ധിക്കുന്ന എന്തും, അതായത് സമ്പത്ത്, ബഹുമാനം, സുഖസൗകര്യങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്ന നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്നും തിന്മയിലേക്ക് നമ്മെ ബന്ധിക്കുന്നതാണ്. ദൈവമല്ലാത്തതെന്തും ദൈവത്തെക്കാൾ അധികമായതെന്തും സ്വർഗപ്രവേശനത്തിനെതിരാണ്. വചനം ഓർമ്മപ്പെടുത്തും, ഭൂമിയിൽ സമ്പന്നരായ ചിലർ ദൈവരാജ്യത്തിലെ അവസാനത്തവർ ആയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് ഒന്നു മാത്രമാണ്. എല്ലാത്തിലും അധികമായി നാം ദൈവത്തിന് മൂല്യം നൽകേണ്ടതുണ്ട്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തെ പ്രതി ഭവനങ്ങളെയോ സഹോദരരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ആർക്കും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും എന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായി കണക്കാക്കിക്കൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിത്യതയുടെ ഏറ്റവും വലിയ അവകാശികളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. യേശു മാത്രം സമ്പത്താകുന്നു.
ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ കാനാൻ നാട്ടിലാക്കുവാൻ പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരേജിട്ടമയം തീർത്താശ നൽകി വേഗം വരാമെന്നുരേജിട്ടമയം തീർത്താശ നൽകി എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു യേശു മാത്രം സമ്പത്താകുന്നു യേശു മാത്രം സമ്പത്താകുന്നു